സിജാർ പത്മകുമാർ ഇതിനകത്ത് നോക്കൂ, താങ്കൾ പറഞ്ഞു വളരെ സാങ്കേതികമായ കാരണങ്ങളാലാണ്. ശരിയാണ്, ഞാനും അത് സമ്മതിക്കുന്നു. കാരണം അറസ്റ്റ് സമയത്ത് FIR നൽകിയില്ല. രണ്ട്, റിമാൻഡ് സമയത്ത് റിമാൻഡ് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള കോപ്പി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ റിമാൻഡിന് വേണ്ടിയുള്ള വാദത്തിൽ പുർക്കായസ്ഥയുടെ അഭിഭാഷകനെ എന്തു വെച്ചാണ് വാദിക്കുക എന്നൊരു സ്വാഭാവികമായ ചോദ്യമാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇനിയിപ്പോൾ UAPA കാര്യത്തിലല്ല, PMLA കാര്യത്തിലല്ല, ഏത് ഒഫൻസിലും രേഖാമൂലം അറസ്റ്റ് എന്തിന് എന്നത് സംബന്ധിച്ച് പ്രതികൾക്ക് സ്വാഭാവികമായിട്ടും അന്വേഷണ ഏജൻസികളിൽ നിന്ന് ഇനി രേഖാമൂലമായ അറിയിപ്പ് കിട്ടണം, അവരെ എന്തിനാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആകെത്തുക വരാൻ പോകുന്നത്. അത് വരുന്ന ആളുകളിൽ എങ്ങനെയാണ് ഗ്രൗണ്ടിൽ കാര്യങ്ങൾ വന്നു ഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, പക്ഷേ ഇതിൻ്റെ ചാർജ് ഷീറ്റിലേക്ക് പോയാൽ JR പത്മകുമാർ, ജേർണലിസം ഒരു ക്രൈം ആവുകയാണ്. അതായത് CA വിരുദ്ധ സമരം, കർഷക സമരം എന്നിവ ഇന്ത്യയുടെ പരമാധികാരത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് അതിനകത്ത്. രാജ്യത്ത് സാധാരണ രീതിയിൽ നമുക്ക് പുസ്തക സ്റ്റാളുകളിൽ കിട്ടുന്ന പുസ്തകങ്ങൾ സ്വന്തം വീട്ടിൽ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആഫീസുകളിൽ സൂക്ഷിക്കുന്നത് ഇൻക്രിമിനേറ്റിംഗ് ലിറ്ററേച്ചർ എന്ന നിലയിലാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് 700ഓളം ഡിവൈസ് പിടിച്ചെടുത്തു. ആ ഡിവൈസിൽ എന്താണുള്ളത് എന്ന് സംബന്ധിച്ച് അതിൻ്റെ ഒരു ഹാഷ് വാല്യൂ നൽകാൻ, പിടിച്ചെടുത്തവർക്ക് ഹാഷ് വാല്യൂ നൽകാൻ അന്വേഷണ ഏജൻസികൾ തയ്യാറായിട്ടില്ല. അങ്ങനെ മാത്രമല്ല, ഇദ്ദേഹം പ്രബീർ പുർക്കായസ്ഥ 50 വർഷമായി CPIM-ൻ്റെ അംഗമാണ്. അങ്ങനെ ഒരാൾ മാവോയിസ്റ്റുകളുമായി സഹകരിക്കുന്നതാണ്, അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ തന്നെയും സ്വാഭാവികമായ രീതിയിൽ നമ്മൾ കാണാറുള്ള കാര്യങ്ങളല്ല. ഒരു കുറ്റപത്രം തന്നെ ഒരു ഹാസ്യാത്മകമായ രീതിയിൽ രചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. JR പത്മകുമാർ, അതല്ല, അത് വിമർശനം, അതിന് യാഥാർത്ഥ്യമായി ബന്ധം ഉണ്ടാവണമെന്നില്ലല്ലോ. നമ്മുടെ പങ്കജ് ബൻസാലിന്റെ കേസിൽ 2023 സുപ്രീം കോടതിയിലെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് റിമാൻഡ് റിപ്പോർട്ട്, അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം എന്നൊരു നിർദ്ദേശം കൊടുത്തിരുന്നു. ED കേസിലായിരുന്നു അത് ഈ കേസിൽ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു ടെക്നിക്കൽ ഗ്രൗണ്ടിലാണ്, അറസ്റ്റ് വോയിഡ് എന്നുള്ള നിലയിലാണ്. ശിവദാസൻ പറഞ്ഞ പോലെ ഞാൻ ജഡ്ജ്മെന്റ് വായിച്ചിട്ടില്ല എന്നുള്ളതല്ല, ഞാൻ പൂർണ്ണമായിട്ട് വായിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങളിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്നും അല്ലാതെ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ആ ജഡ്ജ്മെന്റിനകത്ത് പറഞ്ഞ ഒരു വാചകം ഒന്ന് അദ്ദേഹം ശ്രദ്ധിക്കുന്നതായിരിക്കും. ജഡ്ജി പറഞ്ഞിട്ടുള്ളത്, വി മെയ്ഡ് ഇറ്റ് abundantly clear that none of the observation made above shall be treated as a comment on the merit of this case എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒബ്സർവേഷൻ ഈ കേസിന്റെ മെരിറ്റിൽ ആയിട്ട് യാതൊരു ബന്ധവുമില്ല, അങ്ങനെ ഒരിക്കലും കൺസിഡർ ചെയ്തതെന്നാണ് ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. പ്യൂർലി ടെക്നിക്കൽ ഗ്രൗണ്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതാണ് ഈ കേസിൽ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങള് പത്രപ്രവർത്തകരായാലും വ്യക്തികളായാലും പൊതുപ്രവർത്തകരായാലും ബുദ്ധിജീവികളായാലും മറ്റേതെങ്കിലും പ്രൊഫഷണൽസ് ആയാലും നിയമവിധേയമായി പെരുമാറണമെന്നുള്ളതാണ്. അതല്ലാതെ പ്രത്യേകിച്ചൊരു നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട് പത്രപ്രവർത്തകർക്ക് പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും മറ്റുള്ളവർക്ക് വേറെ അവകാശങ്ങളും അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ. നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ അഭിഭാഷകരായാലും പത്രപ്രവർത്തകരായാലും ഭരണാധികാരികളായാലും നിയമം അവർക്ക് അതിന്റെ പുറകെ ചെല്ലുമെന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പത്രപ്രവർത്തകർ എന്നുള്ള നിലയിലായാലും പത്രപ്രവർത്തകർ തെറ്റ് ചെയ്താൽ തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മുമ്പൊക്കെ നമുക്കറിയാമല്ലോ, ഈ നമ്മുടെ മറ്റു രാജ്യങ്ങളിൽ അക്രമം ഉണ്ടാക്കുന്നതിനകത്ത് ഇൻസർജൻസി ഉണ്ടാക്കുക, അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഫണ്ടിങ് നൽകിയിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഡിവിഷൻ ഉണ്ടാക്കുക, അതിലൂടെ അക്രമങ്ങൾ ഉണ്ടാക്കുക, അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അതിനു വേണ്ടിയിട്ട് ഫണ്ടിങ് കൊടുക്കുമായിരുന്നു. നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ ചില സോക്കാൾഡ് പത്രപ്രവർത്തകരെന്ന് പറയുന്ന ആളുകളും ഇത്തരത്തിൽ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്ന, അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിൽക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോ BJP ഗവൺമെന്റ് വന്ന സമയത്തല്ല, ഇതിനു മുന്നേയും അക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശക്തമായ ആ കാര്യത്തിൽ ഗവൺമെന്റ് നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇതിൽ തന്നെ 2018 മുതൽ 2023 വരെ 92 കോടി രൂപ ഒരു
ഒരു അമേരിക്കൻ ബില്യണറിന്റെ കയ്യിൽ നിന്ന് ഈ ന്യൂസ് ക്ലിക്കിൽ വാങ്ങിയിട്ടുണ്ട്. അത് ഈ ചൈനയ്ക്ക് അനുകൂലമായി ഒരു പ്രൊപ്പഗേണ്ട ഇന്ത്യയിലും വിദേശത്തും നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു തെളിവുണ്ട്. അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഏകദേശം 7ഓളം പത്രപ്രവർത്തകരുമായി വീടുകൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇലക്ട്രോണിക് ഡിവൈസുകൾ എടുത്തിട്ടുണ്ട്. 8000 പേജുള്ള ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ട് നിയമത്തിന്റെ വഴിക്ക് പോകുമ്പോൾ അതിൽ പത്രപ്രവർത്തകരാണ് ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങളെല്ലാം വിശുദ്ധ പശുക്കളാണ്, മറ്റേ അത് പുരോഗമനവാദികളാണ്, ഞങ്ങളൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും.